ഹലോ ഗൈസ്, ഞാൻ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ പഴയ വീട്. ഞാൻ ആദ്യം താമസിച്ച എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഗൈസ്, നമ്മളിപ്പോൾ എൻ്റെ പഴയ വീട്ടിലേക്ക് പോവാണ്. പണ്ട് ഞാനൊരു നേഴ്സറി അല്ല, ഒരു 5ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങി എൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ്, പണ്ട് ഞാനിവിടെ ബൈക്കൊക്കെ നിർത്തിക്കും. ഇപ്പം പണ്ട് ഇവിടെയായിരുന്നു, ഇവിടെ വഴിയൊക്കെ ആയി. ഇത് അങ്ങ് കാണുന്നതാണ് ഗൈസ് എൻ്റെ വീട്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് പണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള ഓടി വന്നുകൊണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റിച്ചായിട്ടൊന്നുമില്ല, എന്നാലും വാടക വീട്ടിലാണെങ്കിലും ഈ ഒരു മല നിന്നും കുന്നിന്നും ഇറങ്ങാൻ പറ്റി. അപ്പം ഇനി കാണാൻ പോകുന്നതാണ് എൻ്റെ പഴയ വീട്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ +2 ഡിഗ്രി കഴിയുന്നവരെ 2020 കാലഘട്ടം വരെ 2021 ആ ഒരു കാലഘട്ടം വരെ താമസിച്ച എൻ്റെ വീട് കേട്ടോ. ഇവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഹാള് അത് എന്താ പറയുക, സിറ്റ് ഔട്ട്. എല്ലാവരും വരുമ്പം ഇരിക്കുകയും കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നതാണ്. ഇത് പപ്പയുടെ അമ്മയുടെ മുറിയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവരെ ഉൾഭാഗമാണിത്. ചെറിയ റൂമും കാര്യങ്ങളൊക്കെ, പക്ഷെ നല്ല സന്തോഷമായിരുന്നു ഇവിടെ. ഇനി നേരെ അടുക്കളയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ പഴയ അടുക്കള നൈസായിരുന്നു കേട്ടോ. അടുക്കള ഡോറൊക്കെ തുറക്കാൻ കുറച്ച് കഷ്ടപ്പാടായി തുടങ്ങി. സെറ്റപ്പ് അടുക്കളയൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ടേ കാര്യമില്ല. ഇവിടുന്ന് മാറ്റമൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഉണക്കാനൊക്കെ ഇടും. രാവിലെ ഇവിടെ നിലത്തിരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് കോളേജിൽ പോകുന്നത്. അത് ദോശയും പഞ്ചസാരയിലും ഇട്ടിട്ട്. ഇതായിരുന്നു ഗൈസ് എൻ്റെ റൂം, എൻ്റെയും എൻ്റെ അനിയൻ്റെയും റൂം. ഇവിടെ എൻ്റെ കുറേ പഴയ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം എവിടെ പോയോ എന്തോ കാണുന്നേ ഇല്ല. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വശം കേട്ടോ. അവിടെ ഒരു കിണറുണ്ട്. കിണർ കുത്തിയിട്ട് വെള്ളമൊന്നും കിട്ടാത്തൊരു പൊട്ടക്കിണറായിട്ട് കിടപ്പുണ്ട്. ഇത് പുകപ്പര. ഇത് അടുക്കളയുടെ പുറകുവശം. ഇവിടെ ഒരു പുകപ്പരയുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ വിറകെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അടിപൊളി വൈബായിരുന്നു ഇവിടെ. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നല്ല കണ്ട തെങ്ങ്, എല്ലാ സാധനങ്ങളുണ്ട്. കമുക്, റബ്ബർ, പ്ലാവ്, പിന്നെന്താ മാവ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഫുള്ള് കാടൊക്കെ പിടിച്ച് പോയി. ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വൈകുന്നേരം ഡാമിൽ കുളിക്കാൻ പോകുന്നൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോഴും ഡാമിൽ കുളിക്കാൻ പോകും, പക്ഷെ പഴയ ഒരു വൈബ് കിട്ടുന്നില്ല. ഇനി നമ്മൾ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴെ പച്ച നെറ്റിട്ടിരിക്കുന്ന കണ്ട, ഞാൻ കുറച്ചും കൂടി ക്ലോസിൽ കാണിച്ചു തരാം. അവിടെ നിന്നായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. കുടത്തിൽ കോരിക്കൊണ്ടായിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.